വഴുതനങ്ങ ഫ്രൈ. ഇത് ഞാൻ വഴുതനങ്ങ എന്നാണ് പറയുന്നത്. കത്തിരിക്കയുണ്ട്. കത്തിരിക്കയാണോ വഴുതനങ്ങയാണോ? ഇത് വഴുതനങ്ങ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രൈക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്. അപ്പോൾ ഇത് വട്ടത്തിലരിയുക. അരിഞ്ഞിട്ട് അതിൽ ഇതെല്ലാം കൂടെ ചേർക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് വെച്ചിരിക്കുക. എന്നിട്ട് കുറച്ച് എണ്ണയിൽ, ഒത്തിരിയല്ല, നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് എണ്ണയിൽ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുക്കാം. ഓക്കെ, കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് എണ്ണ, ഒത്തിരി എണ്ണയിലൊന്നും ഫ്രൈ ഒന്നും ചെയ്യേണ്ടത്. ഓക്കെ, ടേസ്റ്റൊക്കെയാണ്, പക്ഷെ നമുക്ക് ആരോഗ്യത്തിന് കുഴപ്പമാണല്ലോ. അതുകൊണ്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് എണ്ണയിൽ വെച്ചിരിക്കുക. ഇനി കുറച്ചൊന്ന് അവിടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടണം. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഇത്തിരി സമയമൊന്നും എടുക്കാതെ. ഓക്കെ, തീ കൂട്ടിയിടരുത്, കാരണം വഴുതനങ്ങ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. എന്നാൽ പിന്നെ വേഗത്തിൽ. അപ്പം നോക്കി, കുറച്ച് എണ്ണയിലാണ്, കുറച്ച് എണ്ണ ഇട്ടിട്ട് അതിലിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു ഡീപ്പ് ഫ്രൈ അല്ല. ഡീപ്പ് ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം, പക്ഷേ സാധാരണ ഞാനിങ്ങനെ ചെയ്യുന്നത്, നമുക്ക് എണ്ണയൊക്കെ പ്രശ്നമല്ലേ, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് തിരിച്ച് മറിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഓക്കെ, ഇതാണ് വഴുതനങ്ങ ഷാലോ ഫ്രൈ. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്.